മഹാഗുരു ശരണം. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്ന് 27-ാം തീയതി ഞായറാഴ്ച രണ്ടാമത്തെ വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മുമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമായിരുന്നു. നാട്ടിലെ അവരുടെ കുടുംബത്തിലെ പരമ്പരാഗതമായിട്ട് കുടുംബത്തിലെ ദേവീക്ഷേത്രം വരാപ്പുഴ ദുർഗാക്ഷേത്രം. അവിടെ ഇന്ന് ഉദയാസ്തമന പൂജ കൊടുത്തിരുന്നു. അപ്പോൾ അതിനുവേണ്ടി രാവിലെ പോയി. കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈകിട്ട് ദീപാരാധനയുടെ സമയത്തും പോയി വന്നു. അപ്പോൾ അവിടെ പൂജ ചെയ്തതിൻ്റെ പുണ്യം എല്ലാവർക്കും ഞാൻ പങ്കുവെച്ച് നൽകുന്നു. അതുപോലെ തന്നെ ഇന്ന് പറവൂര് ഒരു ചടങ്ങുണ്ടായിരുന്നു. പറവൂര് വെളുത്താട്ട് വടക്കൻ ചൊവ്വ ക്ഷേത്രമുണ്ട്. അതിൻ്റെ അടുത്തായിരുന്നു ആ വീട്. ശ്രീ വേണുഗോപാലപ്രഭു അവറുകൾ, അദ്ദേഹം ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ അന്തരിച്ചതിൻ്റെ 13-ാം ദിവസമായിരുന്നു ഇന്ന്. എന്ന് പറഞ്ഞാൽ ശ്രാവണ വൈകുണ്ഠ പ്രാപ്തി സമാരാധന എന്ന് പറയും. അപ്പോൾ അതിന് വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്ന് 11 ബ്രാഹ്മണരെ വിളിക്കും. അത് ഏകാദശ രുദ്രന്മാരെന്നുള്ള സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് ബ്രാഹ്മണ ഭോജനം, പിന്നെ അതുപോലെ തന്നെ ഒരു ചടങ്ങാണ്, കാൽ കഴുകി ചൂട്ടെന്ന് പറയുന്ന പോലെ ഒരു ചടങ്ങാണ്. അപ്പോൾ അതിന് ഒരു സെറ്റ് മുണ്ടും, രണ്ടാം മുണ്ടും, പിന്നെ കരിക്ക്, ഫ്രൂട്ട്സ്, പിന്നെ ജലപാത്രം, ഇരിക്കാനായിട്ട് ശരിക്ക് പണ്ട് കൊരണ്ടിപ്പലകയായിരുന്നു. ഇപ്പം അത് മാറിയിട്ട് അതിനുള്ള ഒരു ഇത് കിട്ടുമല്ലോ, ഷീറ്റ്, അത് ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൽ എന്നെയും ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിനവിടെ പോയി. അപ്പോൾ ഏകാദശ രുദ്രന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവതകളുടെ അടുത്ത് പ്രാപ്തി കിട്ടാനായിട്ട്, അത് ശിവലോകമാകട്ടെ വിഷ്ണു ലോകമാകട്ടെ ഏത് ലോകമാകട്ടെ, അപ്പോൾ അവിടെ ഇവരെക്കുറിച്ചുള്ള സാക്ഷി പറയാനായിട്ട്, നന്മകളെക്കുറിച്ചുള്ള സാക്ഷി പറയാനായിട്ടാണ് ഈ ഏകാദശ രുദ്ര സങ്കല്പത്തിൽ 11 പേര്. അതുകൂടാണ്ട് പുരോഹിതർ 2 പേർക്ക്, പുരോഹിതൻ്റെ 2, അങ്ങനെ 13 പേർക്കുള്ള ചടങ്ങാണത്. അത് 13-ാം ദിവസമാണ് ചെയ്യുന്നത്. ഇന്നലെയാണ് അതിൻ്റെ സബിട്ടി. 10-ാം ദിവസം തൊട്ട് ചടങ്ങ് തുടങ്ങും. സാധാരണ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ മരണം അന്ന് തുടങ്ങി 13 ദിവസം ചടങ്ങായിരുന്നു. ഇപ്പോൾ പിന്നെ 10, 11, 12, 13 അങ്ങനെ ഇത് ചെയ്യും. ഇത് 10-ാം ദിവസം ഏകാദശി ആയതുകൊണ്ട് അത് 11-ാം ദിവസം രണ്ടും ചെയ്തു. അപ്പോൾ അതിൻ്റെ ചടങ്ങിന് പോയി. അപ്പോൾ വെളുത്താട്ട് വെച്ചായിരുന്നു. അപ്പോൾ ആ സോള് താരാബായി എന്നാണ്, 80 വയസ്സുണ്ടായിരുന്നു ആ ചേച്ചിയുടെ പേര്. അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കാര്യം നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മെഡിറ്റേഷൻ, അതുപോലെ ഗായത്രി ജപിക്കണം. ഗായത്രി ജപിച്ചിട്ട്, കാര്യം അതിൻ്റെ അവർക്ക് പുണ്യം കിട്ടാനാണ് നമുക്കിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും കാർമ്മികം ഇത് ഇങ്ങനെ പോകുന്നവർ ന്യൂട്രലൈസ് ചെയ്യണം, മനസ്സിലായോ? അപ്പോൾ അത് കൊണ്ട് അതിൻ്റെ ഗായത്രി ജപം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ദേവീക്ഷേത്രത്തിൽ പോയിരുന്ന് തന്നെ മെഡിറ്റേഷൻ ചെയ്യാനും ഗായത്രി ജപിക്കാനും എനിക്ക് സാധിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ പുണ്യം എല്ലാവർക്കും പകർന്നു നൽകുന്നു. അപ്പോൾ വ്യത്യസ്ത ആൾക്കാരുടെ വ്യത്യസ്ത ചടങ്ങുകളാണ്. ജീവിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ ചടങ്ങുകൾ ആ ശരീരം വെടിഞ്ഞു കഴിയുമ്പോഴുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരം വെടിഞ്ഞു കഴിഞ്ഞിട്ട് ആ വ്യക്തിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല. പക്ഷേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്കൊരു നല്ല തലം കിട്ടണം, ആത്മതലം കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് മോക്ഷം എന്ന് പറഞ്ഞാൽ എത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതിലും ഞങ്ങളുടെ സമുദായത്തിന്, ഗൗഡസാഹസ ബ്രാഹ്മണ സമുദായത്തിന് തനതായ ആചാരമുണ്ട്. ബ്രാഹ്മണർക്ക് പ്രത്യേകം, അത് ഓരോ ഇത്, ക്ഷത്രിയർക്ക്, വൈശ്യർക്ക്, അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളാണ്. അതുകൊണ്ട് തന്നെ വെളുത്താട്ട് ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ആ വീട്. അപ്പോൾ ആ ദേവീക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധിച്ചു. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യമാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ദേവിയുടെ അവിടെ മുൻവശത്ത് ഒന്ന് വെള്ളാം ഭഗവതി, പിന്നെ ഒരു കല്ലടിക്കോട് ഭഗവതി, അങ്ങനെ എന്തോ ഇടുന്നുണ്ട്. വടക്കൻ ചൊവ്വയാണ് അവിടെ പ്രതിഷ്ഠ മെയിൻ. അതുകൂടാണ്ട് ശിവക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നവഗ്രഹങ്ങളുമുണ്ട്. ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണത്. പണ്ടേ പോയിട്ടുണ്ട് ഞാൻ, 10-20 വർഷം മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി. അപ്പോൾ ചിലർ അവിടെ പോയവർ ഈ സ്റ്റാറ്റസൊക്കെ ഞാൻ ഇടുന്ന കാണുമ്പോൾ, കാര്യം ഞാൻ അവിടെ പോയി കണ്ട് ഇത് ചെയ്യുമ്പോഴും, പക്ഷെ കുറേ അധികം ആൾക്കാർക്ക് അതൊരു പോസിറ്റീവ് എനർജി ഫീലിംഗ് വരുന്നുണ്ട്. ചിലർ അത് സ്വപ്നം കണ്ട ആ ദേവീക്ഷേത്രം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഒക്കെ ഇവിടെ ദേവതകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അഭേദ്യമായിട്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് തോന്നൽ മാത്രമാണെന്ന് പറയാം, എന്തും ചെയ്യാം. പക്ഷേ മനസ്സിലാക്കുക, ദേവതകൾ എന്ന് പറയുന്നത് നമ്മളെ അനുഗ്രഹം ചൊരിഞ്ഞ് ഇത് ചെയ്യുന്നുണ്ട്, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഈ ലോകത്തിൽ എന്തൊക്കെയോ അത്ഭുതങ്ങളുണ്ട്, എന്തൊക്കെയോ രഹസ്യമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്നൊന്നും കിട്ടുകയില്ല.
ഈ തേങ്ങ ഇത് ചെയ്യണ പോലെ ആദ്യമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിട്ടുകയില്ല, ചിലപ്പോൾ കിട്ടുമ്പോൾ പിന്നെ തേങ്ങ ഇതാകുകയില്ല. അത് എനർജിയുടെ കളിയാണ്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും പിടിതരാത്തൊരു കാര്യമാണ്. അതിൻ്റെതായ ഉപാസനകൾ, മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പം ഇന്ന് ആ ദേവി ക്ഷേത്രത്തിലൊക്കെ പോയി, വടക്കൻ ചൊവ്വ ക്ഷേത്രത്തിലൊക്കെ പോയി, പിന്നെ ഇന്ന് അവിടെ വീട്ടിലെ ചടങ്ങിലൊക്കെ പങ്കെടുത്തു. അപ്പോൾ ഇതിൻ്റെ പുണ്യം എല്ലാവർക്കും പകർന്നു നൽകാമെന്ന് വെച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. അതുകൂടാണ്ട് നാളെ ഷൊർണൂർ പോവുകയാണ്. നാളെ രാവിലത്തെ ട്രെയിൻ ഉച്ചയ്ക്ക് അവിടെ എത്തും. പക്ഷേ നാളെ ഇതില്ല. പക്ഷെ ഷൊർണൂരുള്ള ചിലരോട് പറഞ്ഞിട്ടുണ്ട് മറ്റന്നാളെ ചൊവ്വാഴ്ച രാവിലെ 9 മണി തൊട്ട് 1 മണി വരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കുടുംബ ദേവി ക്ഷേത്രത്തിലാണ് പോണത്. അതേകണ്ട കൊലപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നാളെ ചെന്നിട്ട് ലൊക്കേഷൻ ഇടാം, എവിടെയാണ് എന്താണ്. ഒരു കുടുംബക്ഷേത്രമാണ്. അവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻഡ്യൂഷനായിട്ട് കിട്ടിയത് കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ മറ്റന്നാളെയാണ് അതിൻ്റെ ഒരു ദിവസത്തെ പൂജ കേട്ടോ. അപ്പോൾ നാളെ നേരത്തെ പോകുന്നു. നാളെ പുണ്യാഹമുണ്ട് അതിൻ്റെ. പൂജാരി വേറെ കർമ്മിയുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പോവുകയാണ് അവിടുത്തെ എനർജിയൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അവിടെയും എല്ലാവർക്കും വേണ്ടി അവിടെ വെച്ച് പറ്റുന്നവരെ അവിടെ വെച്ച് മെസ്സേജ് ഇടാം, സംസാരിക്കാം. അവിടെ വെച്ച് കാണാൻ പറ്റുന്നവരെ തീർച്ചയായിട്ടും കാണാം കേട്ടോ, അതും അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ഷേത്ര ദർശനം ഉപാസനയുടെയൊക്കെ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, നിങ്ങളുടെ അല്ല നമ്മളാണ്, ഞാനും നിങ്ങളെന്നുള്ളതില്ല, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭിഷ്ടം നടക്കാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് അനുയോജ്യമായ ജോലിയോ പ്രൊഫഷനോ സർവീസോ ലഭിക്കുവാനും, അവർക്ക് ഉത്തമരായ ജീവിത പങ്കാളി ലഭിക്കുവാനും, ഓരോരുത്തർ ചെയ്യുന്ന ഉദ്യോഗത്തിലോ ബിസിനസ്സിലോ ഉത്തരോത്തരം വരുമാന വർധനം ഉണ്ടാകാനും, എല്ലാവർക്കും ജീവിതത്തിൽ പ്രൊട്ടക്ഷൻ കിട്ടുവാനും, എല്ലാവരുടെയും കുടുംബദേവതകൾ, കുലദേവതകൾ, ഗ്രാമദേവതകൾ, ഇഷ്ടദേവതകൾ, പിതൃക്കന്മാർ, ഗുരുപരമ്പരകളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും സദാ സർവദാ സർവത്ര പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനും, മനസ്സാ വാച കർമ്മണ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും, അത് 100 മേനിയോടുകൂടി എത്രയും പെട്ടെന്ന് അനുഗ്രഹപൂർവ്വം സമൃദ്ധിയോടുകൂടി തിരിച്ചു കിട്ടാനും, എല്ലാവരുടെയും വീട്ടിൽ സന്തോഷം, സമാധാനം, ശാന്തി, അതുപോലെ സമൃദ്ധി ഒക്കെ ഉണ്ടാകുവാനും, എൻ്റെ ഗുരുപരമ്പരകളോട്, ഉപാസനാമൂർത്തികളോട് ഇന്ന് ദർശനം ചെയ്ത ക്ഷേത്രം വരാപ്പുഴ വരാഹസ്വാമി ക്ഷേത്രം, അതുപോലെ വരാപ്പുഴ ജയദുർഗ ക്ഷേത്രം, അതുപോലെ വെളുത്താട്ട് വടക്കൻ ചൊവ്വ ക്ഷേത്രം, ഉപദേവതകൾ എല്ലാവരുടെയും അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. അതിൻ്റെ പുണ്യം എല്ലാവർക്കും കുടുംബസമേതം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ. ഇനി നാളെ ഇടാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.